കേരള സഭ ഗായക സംഘങ്ങൾ കൊണ്ടും വളരെ നിസ്വാർത്ഥമായും താല്പര്യത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും ദേവാലയങ്ങളിൽ ഗീതങ്ങൾ ആലപിക്കാൻ ആഗ്രഹത്തോടെ വരുന്ന ധാരാളം യുവജനങ്ങളും പ്രായമായവരും കുട്ടികളും ഒക്കെയുണ്ട്. ആ രീതിയിൽ കേരള സഭ വളരെ അനുഗ്രഹീതയാണ്. എല്ലാ സഭകളിലും, അത് ലത്തീൻ സഭയായാലും സീറോ മലബാർ സഭയായാലും മലങ്കര സഭയായാലും ആളുകൾ ദേവാലയത്തിൽ പാട്ട് പാടുന്നതിലും പാട്ട് ആസ്വദിക്കുന്നതിലും ഭാഗമാകുന്നതിലൊക്കെ വളരെ താല്പര്യം കാണിക്കുന്നവരാണ്. മിക്കവാറും എല്ലാ ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ പള്ളികളും തന്നെ നമുക്ക് നല്ല ഗായക സംഘങ്ങളുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. തമ്മിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാവുന്നൊരു കാര്യമാണ്. ഇത്രയും താല്പര്യത്തോടു കൂടി വേതനമൊന്നും സ്വീകരിക്കാതെ ഭക്തിപൂർവം പാട്ട് പാടാനായിട്ട് തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ധാരാളം ഗായകരുള്ള ഒരു സഭയാണ് കേരള സഭയെന്ന് പറയുന്നത്. അതുകൊണ്ട് നന്ദി പറയാം. പക്ഷേ പലപ്പോഴും വേണ്ടത്ര പരിശീലനം കിട്ടാത്തതുകൊണ്ടും ഞാൻ പ്രാവശ്യം പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള ദേവാലയ സംഗീതത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി, അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയുള്ള പരിശീലനം കിട്ടാത്തതിൻ്റെ പേരിലുള്ള ചില പോരായ്മകളുണ്ട്. പരിഹരിക്കാവുന്ന പോരായ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ കാണുന്ന രീതികളിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമതായി, പ്രാർത്ഥിക്കുന്നവരാണ് ദേവാലയത്തിൽ ഗീതം ആലപിക്കുന്നത്. അതുപോലെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് സഭയ്ക്ക് ചില നിർദ്ദേശങ്ങൾ സഭ നിർദ്ദേശം നൽകി കൊടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടോ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന രീതി തിരുക്കർമ്മങ്ങളുടെ സമയത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് അത് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള രീതികൾ പ്രോത്സാഹനം അർഹിക്കുന്നില്ല എന്നാണ് സഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിന് കാരണം എന്താണ്? പ്രാർത്ഥിക്കുന്നവരാണ് പാട്ട് പാടുന്നത്. അപ്പോൾ യന്ത്രങ്ങൾ പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രാർത്ഥനയും പാട്ടും ഒരുമിച്ച് പോകണം എന്ന് പറയാനായിട്ട് കാരണം. രണ്ടാമതൊരു സൂചന എനിക്ക് നൽകാനുള്ളത്, ചിലപ്പോഴെങ്കിലും ചില പ്രാർത്ഥനകൾ വളരെ ദീർഘമുള്ള പ്രാർത്ഥനകളായതുകൊണ്ട് ആ ഗായക സംഘം ചിലപ്പോൾ ഇത് വെട്ടിച്ചുരുക്കാറുണ്ട്. ചില കാര്യങ്ങളത് പ്രശ്നമുള്ളതല്ല. ചില സങ്കീർത്തനങ്ങൾ വെട്ടിച്ചുരുക്കാൻ സാധിക്കുന്നതാണ്. കുർബാന സ്വീകരണ സമയത്തുള്ള പാട്ടുകൾ വെട്ടിച്ചുരുക്കാവുന്നതാണ്. പ്രവേശന ഗീതം വെട്ടിച്ചുരുക്കാവുന്നതാണ്. സമാപന ഗീതം വെട്ടിച്ചുരുക്കാവുന്നതാണ്. പക്ഷേ പ്രാർത്ഥനകൾ ഗീതമാക്കുമ്പോൾ, ഉദാഹരണത്തിന് സ്വർഗസ്ഥനായ പിതാവേ, അതെങ്ങനെ വെട്ടിച്ചുരുക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ വിശ്വാസപ്രമാണം വളരെ ദീർഘമായിട്ടുള്ള പാട്ടാണ്. അത് സമയമില്ലെങ്കിൽ ചിലർ 2-4 സ്റ്റാൻസ് കഴിയുമ്പോൾ വെട്ടിച്ചുരുക്കാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. കാരണം വിശ്വാസപ്രമാണം പൂർണ്ണമായിട്ടും ചൊല്ലി തീർക്കാനുള്ളതാണ്. സമയമില്ലെങ്കിൽ പാട്ട് പാടേണ്ട, ചൊല്ലിയാൽ മതിയും തീരുമാനിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ദേവാലയ സംഗീതത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കഴിവതും ആമുഖം. നമ്മൾ പറയില്ലേ, പ്രില്യൂഡ് എന്ന് പറയുന്നത്, പാട്ട് പാടുന്നതിന് മുമ്പായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതും സ്റ്റാൻസുകളുടെ ഇടയ്ക്കുള്ള ഇടവേളകൾ, ഇൻ്റർല്യൂഡ് എന്ന് പറയുന്നത്, ഇത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. മറ്റ് സംഗീതത്തിൻ്റെ ആവശ്യമായിട്ട് വന്നേക്കാം. സെക്കുലർ മ്യൂസിക്കിൻ്റെ ഇത് ആവശ്യമാണ്. ഒരുപക്ഷെ ഭക്തിഗാനങ്ങൾക്ക് ഇത് ആവശ്യമാണ്. പക്ഷേ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് ആമുഖം നീട്ടിക്കൊണ്ട് പോവുക, മ്യൂസിക് നീട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ 2 സ്റ്റാൻസ്, ഇപ്പോൾ വിശ്വാസപ്രമാണത്തിൻ്റെ 2 സ്റ്റാൻസുകൾക്കിടയ്ക്ക് ധാരാളം സ്പേസ് ഇൻ്റർല്യൂഡായിട്ട്, ഇടവേളയായിട്ട് ഉപയോഗിക്കുക, ഇത് ദേവാലയ സംഗീതത്തിൻ്റെ ശൈലി അല്ല എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. മറിച്ച് മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ശ്വാസം വിടാനൊരു ചെറിയ ബ്രേക്ക് കൊടുക്കുക എന്നല്ലാതെ, ഉദാഹരണത്തിന് പഴയ സുറിയാനി രീതികളും ലത്തീൻ രീതികളും, ഗ്രിഗോറിയൻ സംഗീതത്തിൻ്റെയും സുറിയാനിയിലെ തൂയ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻ്റർല്യൂഡ് സാധാരണ ഉണ്ടാകാറില്ല. ആമുഖവും നീട്ടി പാടാറില്ല, നീട്ടി വായിക്കാറില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇടവകകളിൽ കഴിവതും ഇടവാംഗങ്ങൾ തന്നെ ഗായക സംഗീതത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ കീബോർഡ് വായിക്കാൻ അറിയുന്നവർ ഇടവേളയില്ലായിരുന്നു ഒരു പുറത്തുനിന്ന് ആൾ കൊണ്ടുവന്നിട്ട് വന്നേക്കാം. അതൊക്കെ ഞാൻ പറയുന്നത് അതൊക്കെ എക്സെപ്ഷൻസ്, അപവാദങ്ങളായിട്ട് കൂട്ടിയാൽ മതി. സാധാരണഗതിയിൽ ഇടവക ജനങ്ങൾ തന്നെ ഇടവകയിലെ ദേവാലയ സംഗീതത്തിൻ്റെ ഭാഗമാകുന്നതാണ് ഏറ്റവും ഉചിതമായിരിക്കുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കാർമ്മികൻ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മ്യൂസിക് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. പ്രത്യേകിച്ച് ഉദാശ സ്ഥാപന വാക്യങ്ങൾ
കുർബാന സ്ഥാപനവാക്യങ്ങൾ കർത്താവായ ദൈവങ്ങളുടെ പ്രിയങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെല്ലുമ്പോഴേക്കും മ്യൂസിക് ഉപയോഗിക്കുന്നത്. പൊതുവെ റോമിൽ നിന്നൊരു നിർദ്ദേശം, അത് ലത്തീൻ സഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ടതാണ് എങ്കിലും എല്ലാ സഭകൾക്കും സ്വീകാര്യമായിട്ടൊരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. കാർമികൻ ശാന്തമായിട്ട് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പൊതുവായിട്ട് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. അത് കാരണം പ്രാർത്ഥിക്കുന്ന കാർമികൻ്റേതായിട്ടുള്ളൊരു രീതിയും ഒരു പോസും ഒരു ട്യൂണും ഒക്കെ കാണും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്യൂൺ ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാഗ്രതയ്ക്ക് തന്നെ തടസ്സമാകുന്ന രീതിയിൽ മ്യൂസിക് മാറാൻ സാധ്യതയുള്ളതുകൊണ്ടായിരിക്കണം പ്രാർത്ഥനയുടെ സമയത്ത് കഴിവതും ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവസാനമായിട്ടൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നതാണ്, ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥനകൾ നീട്ടിക്കൊണ്ടു പോകാതിരിക്കുക. ഉദാഹരണത്തിന് കാർമികൻ പ്രവേശന ഗീതം ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവേശിക്കുന്ന ഒരു സ്റ്റാൻസ കഴിഞ്ഞ് 2 സ്റ്റാൻസ കഴിഞ്ഞ് ആ പാട്ട് തീരുന്നത് വരെ കാർമികനും ജനങ്ങളും കാത്തു നിൽക്കേണ്ട ഗതികേടുണ്ടാകരുത്. ഇതുപോലെ തന്നെ കമ്മ്യൂണിയൻ്റെ സമയം, കമ്മ്യൂണിയൻ സംബന്ധിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, കമ്മ്യൂണിയൻ്റെ സമയത്ത് ഗീതങ്ങൾ ആലപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ കമ്മ്യൂണിയൻ കഴിയുന്നത് വരെ അതിന് ശേഷവും പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നത് വാശി പിടിക്കരുത് എന്ന് അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിച്ചതിന് കാരണം, ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം അവർ സ്വീകരിച്ച യേശുവുമായിട്ട് അല്പനേരം സംഭാഷണം നടത്താൻ അവരെ അനുവദിക്കുക. അതുകൊണ്ട് അല്പനേരം ഗായകസംഘം നിശബ്ദമായിരിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരിക്കൽ ലിറ്റേജിക്കൽ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദേവാലയ സംഗീതത്തിൽ നമ്മുടെ ഇടവകളിൽ ഇന്ന് ഈ ദേവാലയത്തിൽ ഗായക സംഘവും ഗായകരും ഒക്കെ വളരെ താല്പര്യപൂർവ്വം പാടുന്നത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അതേസമയം ഈ സഭ സൂചിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പഠിച്ച് അത് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും.